എന്നാ വീണിട്ട് ബോധമില്ല ട്രിപ്പിളിട്ട് കിടക്കുന്ന സമയത്തും ഒന്നിങ്ങോട്ട് ക്യാമറ ഇടായിരുന്നു. ഞാൻ ന്യൂസ് നോക്കുന്ന വീഡിയോ എടുത്തത് പറ്റുന്നില്ല. മറ്റേ ഒരു 10 മണി കഴിഞ്ഞാൽ അപ്പൊ ശരിയായി. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പം എന്നെ കാണുമ്പോൾ എന്തെങ്കിലും അസുഖം പിടിച്ച പോലെ ഉണ്ടാ? എന്നെ കാണുമ്പോൾ ഉണ്ടാ? അവളെ കാണുമ്പോൾ ഉണ്ടാ? അനിമീനെ കാണുമ്പോൾ ഉണ്ടാ? എല്ലാവർക്കും അസുഖമാണ്. ഈ ഒരു 1.5 ആഴ്ചയായിട്ട് അല്ലേ, 1.5 ആഴ്ചയായിട്ട് ഹോസ്പിറ്റൽ വീക്ക് എന്ന് പറയാം നമുക്ക്. എൻ്റെ തന്നെ ശരിയായില്ല. 1-2 ദിവസമായിട്ട് എനിക്ക് ഛർദി കാര്യങ്ങളും പിന്നെ മൊത്തം വേദന, ശരീരവേദന മൊത്തമായിട്ട് ഞാൻ ആശുപത്രി കയറി ഇറങ്ങലേനു. അതിന് മുമ്പ് നമ്മളെ ഉച്ചകൂട്ടന് സുഖമില്ലായിട്ട് കുറച്ച് ദിവസം ആശുപത്രിയിൽ കയറി ഇറങ്ങലേനു. അപ്പോൾ ഇന്നലത്തെ എൻ്റെ കഴിഞ്ഞു. ഇന്നലെ അച്ഛനും അമ്മയും ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. അച്ഛനാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. അച്ഛന് സുഖമില്ലായിട്ട് ശ്വാസം മുട്ടൽ പ്രശ്നങ്ങളെല്ലാം അച്ഛനും അഡ്മിറ്റാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഫാമിലി ഒരു ഫാമിലി പാക്കേജായിട്ട് ആശുപത്രി കയറി ഇറങ്ങലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാണുന്നവർക്ക് ചിലപ്പോൾ ഒന്നാമത് വീഡിയോയിൽ എന്നാൽ ഒരു ആക്റ്റീവ് അല്ലാത്തതെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് സംഭവം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം അച്ഛനും എന്തായാലും ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു 3-4 ദിവസത്തേക്ക് അഡ്മിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ശ്വാസം മുട്ടലിൻ്റെയുള്ള പ്രശ്നം കൊണ്ടാണ്. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്നാലും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആശുപത്രി കാര്യങ്ങളായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കല കുറച്ച് ദിവസമായിട്ട്. അതിൻ്റെ ആയുള്ള ഒരു പ്രശ്നമുണ്ട്. എൻ്റെ സൗണ്ടെല്ലാം ക്ലിയർ ആണോ? അല്ലേ എച്ചൂട്ടിനെ കണ്ടാൽ ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ട്. എന്നാലും എച്ചൂട്ടിന് നല്ല പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ഇതായിട്ട് തന്നെ ഉള്ളു. എച്ചൂട്ടിന് ഇപ്പം കുറച്ചൊന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. എച്ചൂട്ടിന് ഇപ്പം വലിയ പ്രശ്നമില്ല അല്ലേ? ചിരിച്ചാട്ടെ ശരിയെല്ലാം പോയിനെ ആശാന്റെ. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ മാത്രമേ ഇപ്പൊ ഒഴിഞ്ഞിട്ടുള്ളൂ. കൊരാന്ന് പറഞ്ഞാല് ചുമ എന്ന് പറയും കേട്ടാ. ഇനിയിപ്പോ കൊറേ മനസ്സിലായി വരില്ല. എന്താ അസുഖമല്ല, എന്ത് സാധനം ആയാലും ഓന്റെ ശീലവും മാറ്റൂല. മേമേനെ കണ്ടാ പിന്നെ അവന്റെ ഒരു മൂത്രയിച്ചല്ല മേക്ക്. ചേട്ടാ ഓക്കേടാ, ഓക്കെ ചേട്ടാ, ഓക്കെ ചേട്ടാ, സെറ്റ്. എനിക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഈ പുറം വേദന, മേല് വേദന എല്ലാം ആയിട്ട് ഞാനിങ്ങനെ ആശുപത്രിയിൽ തന്നെ ഏനു. പക്ഷെ ഈ ഒരു പ്രശ്നം ഇപ്പം തുടങ്ങിയതാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഛർദി പ്രശ്നങ്ങളേനു. കാരണം പുറത്തുനിന്ന് നമ്മൾ ഒന്ന് പോയിട്ട് ഒരു ഫുഡ് കഴിച്ച് അതാണ് പറ്റിയതെന്നാണ് തോന്നുന്നത്. പക്ഷേ അത് എല്ലാവർക്കും അവിടെ നിന്ന് കഴിച്ചവർക്ക് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് മാത്രമേ അത് പറ്റിയുള്ളൂ. അതിന് ഉദാഹരണതാ ഇവളും ഞാനും പോയിട്ട് കഴിച്ചു. എന്നിട്ട് എനിക്ക് മാത്രം ശരിയായിട്ടില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ തന്നെ പ്രശ്നമല്ല, അല്ലാണ്ട് അങ്ങനെ ഒന്നും വരാൻ വഴിയില്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ സൈഡാകല് എൻ്റെ ഭഗവാനെ. രാവിലെ ആശുപത്രി പോയി. ആ സംഭവം കഥ ഞാൻ പറഞ്ഞുതരാം. രാവിലെ ആശുപത്രിയിലേക്ക് ഞാൻ പോയി. ഛർദി 3-4 പ്രാവശ്യം ഛർദിച്ചിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയി. ആടെ നോക്കുമ്പോൾ ട്രിപ്പിട്ട് കിടത്തി. ഒരു ഉച്ചയാകുമ്പോൾ കാണാൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വിളി. അച്ഛന് സുഖമില്ലാണ്ടായിട്ട് ബിരുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ പോയ സമയത്ത് നോക്കും അച്ഛൻ്റെ കുറച്ച് അധികമായിട്ട് നമ്മളെ വേക്കിൽ തന്നെ അച്ഛൻ വേറെ വണ്ടിയും പിടിച്ച് ഒറ്റ എടുത്ത്. അപ്പോൾ അച്ഛൻ്റെ അവിടെ ഇപ്പോൾ അഡ്മിറ്റായി. ഞാൻ രാത്രി കാണാറുണ്ട് ഇങ്ങോട്ട് വന്നത്. രാത്രി വരെ ഞാനവിടെ കിടത്തേനു. രാത്രി ആയി എൻ്റെ ഏകദേശം ഒരു ഇത് മാറി. ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോൾ വലിയ ക്ഷീണത്തിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും വരാനും ഇപ്പം വേറെ ആരും ഇല്ല. കാരണം നമ്മൾ തന്നെ ഉള്ളത്. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ചിട്ട് ഒന്നും കൂടി ആശുപത്രി പോയിട്ട് വന്നു. കാരണം അച്ഛനും അമ്മയും നല്ല ആടിയില്ലേ. അങ്ങനെ പോയിട്ടുള്ള വന്നതാണ്. കാരണം ക്ഷീണമായിട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്ത് അച്ഛൻ ആദ്യം പോയത് വേറെ ആശുപത്രിയില്ല. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വേറെ എവിടെയും പോകണ്ട, വീട്ടിലേക്ക് തന്നെ വന്നിട്ട് അഥവാ ഞാൻ അഡ്മിറ്റ് ആയാലോ അപ്പോൾ ഒന്നിച്ചല്ല എല്ലാവരും കിടക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ വന്നോന്ന് പറഞ്ഞു. തെച്ചുകൂട്ടിനെ കാണിച്ചത് അതേ ആശുപത്രിയിൽ അല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ കോമഡി ഒന്നും അറിയാം. ഇപ്പൊ ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാവർക്കും നമ്മളെ നല്ലോണം അറിയാം. എല്ലാവർക്കും എന്തുണ്ട് ഇന്നും വന്നത്, ഇന്നും ഉണ്ടല്ലേ, വേറെ നഴ്സുമാർക്ക് ഇന്നും ഉണ്ടല്ലേ, എല്ലാവർക്കും. കാരണം ഓരോ ദിവസം ഓരോ ആളെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ ഡെയിലി ഇപ്പം കയറി ഇങ്ങനെ പോയി വരുന്ന ഒരു ഇതായി. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിലിടയ്ക്ക് ഈ വീടിൻ്റെ പണിയും ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് അച്ഛനെ അഡ്മിറ്റും എല്ലാം ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ എല്ലാം കൂടി നോക്കാനുള്ള മൊത്തത്തിൽ പ്രശ്നമായിട്ടാണ് ഉള്ളത്. ഇവിടെ പലകയെല്ലാം ഇറക്കി വെച്ച് കേട്ടാ. അപ്പോൾ എപ്പാന്ന് വാർപ്പിൻ്റെ പറഞ്ഞത്. പിന്നെ എന്തായാലും ഇനി അച്ഛനും എല്ലാവരും വന്ന് ശരിയായതിന് ശേഷം ഉണ്ടാവുള്ളൂ.
കാരണം ആരും കൂടി ഉണ്ടാവുകയില്ലല്ലോ ഉറപ്പിൻ്റെ പണിക്ക്. അപ്പോൾ ഇതാ എൻ്റെ ഒന്നും ശരിയാകുന്നില്ല, അച്ഛൻ്റെ ശരിയാകുന്നില്ല, ആരെയും ശരിയാകുന്നില്ല. പലകയെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. അൻവി നീ എന്നാണ് പണി എടുക്കുന്നേ? അൻവിക്ക് ഇപ്പോൾ ഈ ആകെയുള്ള പ്രശ്നം എന്ന് അറിയാം, ഇപ്പം കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആളില്ല അല്ലേ. ഒരു 2-3 ദിവസം മുമ്പ് ഇപ്പം സൂചി വെക്കാൻ പോയി. ഞാനത് ഒരു ഷോർട്സ് ആക്കി ഇട്ടിട്ട് ഞാനും കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അൻവി തീരെ കരഞ്ഞിട്ടേ ഇല്ലേ കേട്ടോ ആ വീഡിയോ അല്ലേ. സൂചി വെക്കാൻ പോയാൽ കരഞ്ഞിട്ടില്ലേനല്ലോ. കരഞ്ഞില്ലേന്നോ നീ? അപ്പോൾ ആ സൂചി വെക്കാൻ പോയതിന് ശേഷം ഇവൻ സ്കൂളിലേക്ക് 2 ദിവസം പോയിട്ടുണ്ടായില്ല. കൈവേദന എന്നുള്ള പറഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പം കൈവേദന, 10 മണി കഴിയുമ്പോൾ കൈവേദന പോക്ക്. എങ്ങനെയാണ് നീ നടന്നത് 2 ദിവസം സൂചി വെച്ചതിന് ശേഷം? ഇങ്ങനെ നടന്നട്ടെ, ഇങ്ങനെ ചെരിഞ്ഞ് നടന്നട്ടെ, അങ്ങനെ നടന്നേ. അത് ആദ്യത്തെ 2 ദിവസം, അത് രാവിലെ എണീച്ചിട്ട് സ്കൂളിൽ പോകേണ്ട ടൈമിന് ആക്കുമ്പോൾ കോനിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് നടക്കും. നിനക്ക് പറ്റുന്നില്ലേ? എന്നിട്ട് ഒരു 10 മണി കഴിഞ്ഞാൽ അപ്പം ശരിയായി. ശരിയായി. ആ കൈ കൊണ്ടെല്ലാം വീശി അടി കിട്ടിയിട്ടുണ്ട് ഇവക്ക് ഒരു 10-11 മണിയാകുമ്പോൾ. നമ്മൾ പറയും അവിടെ ഇന്റെ ഈ കൈക്കല്ലേനാടാ വേദന. ശരിയാ ആദ്യം ഇങ്ങനെ അല്ലേനു. അടവ് ആശാൻ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ആശുപത്രിയിൽ, അൻവി അടക്കം എല്ലാവരും ആശുപത്രിയിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആശുപത്രി കഥ, ഇതൊരു ആശുപത്രി കഥ. ഞാൻ ഈ ആശുപത്രി സീനൊന്നും അധികം കാണിക്കുന്നില്ല കേട്ടാ. ഈ പോയി വന്നതും അത് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാന്ന് വെച്ചിട്ട് വന്നതാണ്. ഒന്നും ആടുന്ന് എടുത്തിന് എന്തെന്നറിയാം. ഞാൻ ഈ ട്രിപ്പിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ റീൽസ് ടൈപ്പിൽ എടുത്തിന്. അത് നമ്മൾ ഒഴിവാക്കൂലല്ലോ, കിട്ടുന്ന കണ്ടന്റ് നമ്മൾ ഒഴിവാക്കൂലല്ലോ. വീണിടം വിഷ്ണു രോഗം, അതാണ് നമ്മുടെ അവസ്ഥ. അൻവിക്ക് സൂചി വെക്കാൻ പോയാൽ ആടുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് അതും വീഡിയോ ആക്കി. അങ്ങനത്തെ എല്ലാം ഞാൻ ആക്കുവേ, അതിലൊന്നും ഒരു കുറവില്ല. പക്ഷെ വ്ളോഗാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വീഡിയോ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. എന്നാ വീണിട്ട് ബോധമില്ല ട്രിപ്പിലിട്ട് കിടക്കുന്ന സമയത്തും ഒന്നും കൊണ്ടുവന്ന ക്യാമറ ഇടായിരുന്നു. ഞാൻ ന്യൂസ് നോക്കുന്ന വീഡിയോ എടുത്തത്. അങ്ങനത്തെ കോമഡി കണ്ടന്റ് കിട്ടിയില്ലേ? വേണ്ടേ? അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ ഇതൊന്ന് കാര്യം ഒന്ന് പറയാന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തെല്ലാം പോയിട്ട് ഫുഡെല്ലാം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഹോട്ടല് കാര്യങ്ങൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കും. കാരണം ആ ഹോട്ടലിൽ കയറുമ്പോ ഇവള് പറഞ്ഞതാ എന്നോട്. എനിക്ക് ആ സത്യം പറഞ്ഞാൽ ആ ഹോട്ടലിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ. കാരണം മിഞ്ഞാന്നാണ് ഞാൻ രാത്രിക്കാണ് പോയിട്ട് കഴിച്ചത്. ഇന്നലെയാണ് എനിക്ക് ഈ സംഭവം പറ്റിയത്. കാരണം ഇവക്കും പറ്റിയില്ല, വേറെ ആർക്കും പറ്റിയില്ല. അതുകൊണ്ട് ആ ഹോട്ടലിനെ പറ്റി വേറെ ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം വേറെ ആർക്കും പറ്റിയിട്ടില്ല. അവർക്കെന്തായി എന്നറിയില്ല. നമ്മളോട് വർത്താനം പറഞ്ഞിട്ട് കുറച്ച് പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു. അവർ കാണുമോന്ന് അറിയില്ല ഇത്. അപ്പോൾ ആരെങ്കിലും വേറെ പറ്റിയിട്ടുണ്ടോന്ന് അറിയില്ല. അവരെ ആരെങ്കിലും കമന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ കഴിച്ചത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും ദിവസം ഇല്ലാത്ത പ്രശ്നമാണ് അത് കഴിച്ചവണൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഞാനെന്ന് ഏകദേശം ഫുഡിന്റെ പ്രശ്നം തന്നെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞതും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം ഫുഡിന്റെ ആണെന്നാണ് പറഞ്ഞത്. അതാണ് ഇവളാന്ന് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് കഴിക്കണ്ട നമുക്ക് പോയാലോ. അങ്ങനെ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ കുഴപ്പമില്ല, കാരണം ഒരു നോർമൽ ടൈപ്പ് ഒരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ വേറെ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദയ്ക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വൃത്തിയുള്ള അങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയിട്ട് കഴിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അധികം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ ആരും കുറച്ച് ദിവസത്തേക്ക്. കാരണം ഈ ഒരു സീസൺ ആയത് കാരണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, അതാ ഒന്നാമത്. ഞാൻ ഇന്ന് അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം കുറച്ച് അസുഖത്തിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള കുറേ ആൾക്കാർ ഇപ്പം കുറേ ആശുപത്രിയിൽ ഇങ്ങനെ അഡ്മിറ്റ് കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തിൻ്റെ ആന്ന് പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല. വൈറൽ എച്ചൂട്ടന് എന്തോ ഒരു വൈറൽ ഒരു പനി കാര്യങ്ങളെല്ലാം ആയിരുന്നു, ഛർദി കാര്യങ്ങളെല്ലാം എച്ചൂട്ടനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അസുഖം വന്നൊരു ടൈമാണ്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത എല്ലാം ഉഷാറായിട്ട് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ അല്ലേ? അതാണ് എനിക്കിപ്പോൾ ഇനി പോയിട്ട് കിടന്നുറങ്ങാനും ആവില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പക്ഷെ കിടക്കാൻ അച്ഛൻ്റെ അടുത്ത് ഇപ്പം പോകണമെന്ന് പോയിട്ട് വരണം. അമ്മയും അച്ഛനും കൂടി അടിപ്പ് ജോലി അടിച്ച് നിൽക്കലാണ്, രണ്ടാളും കൂടി റൂമിൽ. അപ്പോൾ ഓക്കെ, ടാറ്റ.